ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജബൽപൂർ സിറ്റിയിലാണ്. ഇന്ന് ഈസ്റ്റർ ഡേ ആയിട്ട് നമ്മളിന്ന് പുറത്തൊരു ഔട്ടിങ് വന്നേക്കുവാണ് ബാർബിക്യൂവിൽ. ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് ബാർബിക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുകയാണ്. പുള്ളിക്കാരനും കൂടെ വന്നിട്ട് അകത്തോട്ട് ബാർബിക്യൂലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ മോളത് സമ്മതിക്കുന്നില്ല. മോള് ഭയങ്കര നിർബന്ധം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളങ്ങ് കയറാമെന്ന് വിചാരിച്ചു ബാർബിക്യൂലോട്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ബാർബിക്യൂലോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് മോൾ ആദ്യമായിട്ടാണ് ബാർബിക്യൂ ഒക്കെ കാണുന്നത്. അപ്പം മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഓരോ കടകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ബാർബിക്യൂ 3ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം താഴത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നു വരുവാണ്. ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് നമ്മളെങ്ങനെ മുകളിലോട്ട് കയറി പോകും എന്ന് വെച്ചിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ലിഫ്റ്റ്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ മോളിത് കണ്ടു. മോളിത് കണ്ടപ്പോഴത്തേക്ക് മോൾ വിചാരിക്കുന്നത് എന്തോ സംഭവം എന്നറിയുന്നില്ല. മോളത് മുകളിലോട്ട് നോക്കി നിൽക്കുക, ഇതെന്താ ഇത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലിഫ്റ്റിലോട്ട് തന്നെ കയറാം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. ഞങ്ങൾ വിചാരിച്ചു മോള് പേടിക്കുമെന്ന്. ആദ്യമൊക്കെ അവള് പേടിക്കാതെ ഇങ്ങനെ നിന്ന്. കാരണം എന്താ, ലിഫ്റ്റ് അങ്ങോട്ട് വർക്കായില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ ലിഫ്റ്റ് പതുക്കെ എങ്ങനെ അങ്ങോട്ട് വർക്കായി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതെന്താ സംഭവം എന്നറിയുന്നില്ലല്ലോ, ഓടി അവളെ അച്ഛനെ കെട്ടി അങ്ങ് പിടിച്ച്. അങ്ങനെ ഞങ്ങളിതിങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി പോവാണ്. 3rd ഫ്ലോറിലോട്ട് പോവാ, ബാർബിക്യൂലോട്ടെ. അങ്ങനെ ഞങ്ങൾ 3rd ഫ്ലോറിലെത്തി. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ കാത്ത് ഇതുവരെ ആൾ വന്നിട്ടില്ല. അങ്ങനെ താഴെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർ വന്നോന്ന്. അപ്പോഴും കാണാൻ ദാണ്ടെ അവർ വരുന്നു. അങ്ങനെ ചേട്ടൻ ഫ്രണ്ടിനെ കാത്ത് ഇങ്ങനെ നിൽക്കുക, വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് ബാർബിക്യൂ നേഷൻ. ഇവിടെ നമുക്ക് വെജും നോൺ വെജും കിട്ടും. അപ്പോൾ വെജിന് നമുക്ക് 495 നോൺ വെജിന് 595 ആണ്. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് ലഭ്യമാണ്. ഓഫർ ആണ്. ആദ്യം സ്നാക്സ് ആണ് കിട്ടുക, അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് വിളമ്പി കഴിക്കാം. അങ്ങനെ എൻ്റെ ചേട്ടനും കുഞ്ഞും കൂടെ സീറ്റ് ബുക്ക് ചെയ്തതിൻ്റെ കാര്യം പറയുകയാണ്. നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് സീറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ചെന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് തന്നെ നമുക്ക് സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സായിട്ടായാലും നമുക്ക് വരാൻ പറ്റും. ഇതാണ് നമ്മൾ റിസർവ് ചെയ്ത നമ്മുടെ സീറ്റ്. അങ്ങനെ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യം സ്നാക്സാണ്, അതിനുശേഷം മാത്രമാണ് നമുക്ക് ഫുഡ് നമ്മുടെ ഇഷ്ടത്തിന് വിളമ്പി കഴിക്കാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്നാക്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മോളത് ടേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം 2 സ്നാക്സാണ് നമുക്ക് കിട്ടിയത്. പിന്നെ പാനിപൂരി, അങ്ങനെ ഒരുപാട് സ്നാക്സ് നമുക്ക് കിട്ടിയിരുന്നു. ചിക്കൻ്റെ തന്നെ പലതരത്തിലുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. കബാബായാലും എല്ലാം ഉണ്ടായിരുന്നു.
നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് നമുക്ക് വിളമ്പി കഴിക്കാം. അങ്ങനെ ചേട്ടനാണെങ്കിൽ ഫുഡ് വിളമ്പിക്കൊണ്ട് വരികയാണ്. ചേട്ടന് ഇഷ്ടത്തിനുള്ള ഫുഡാണ് ചേട്ടൻ വിളമ്പിക്കൊണ്ട് വന്ന് ഇരുന്നു. അതിനുശേഷം ഞാനും പിന്നെ പോയി എൻ്റെ ഇഷ്ടത്തിന് ചിക്കൻ ബിരിയാണിയും നൂഡിൽസും ബട്ടർ ചിക്കനുമാണ് വിളമ്പിയെടുത്തത്. പക്ഷെ നൂഡിൽസ് അപ്പോഴത്തേക്കും തീർന്നു പോയായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ മോളങ്ങ് ഓട്ടമായിരുന്നു, ഓട്ടത്തോട് ഓട്ടം. പിന്നെ അവൾക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവരോട് പിന്നെ അങ്ങ് കളിയായി. പിന്നെ അവൾ പിന്നെ പുറത്ത് പോകാൻ അങ്ങ് നിർബന്ധമായിരുന്നു. പിന്നെ അങ്ങ് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ടാറ്റാ.